ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓപ്പോ പുറത്തിറക്കിയ അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ ഓപ്പോ ഫൈൻഡ് എക്സ് 5 പ്രോ എന്ന ഡിവൈസിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. സോ ഓപ്പോ ഫൈൻഡ് എക്സ് 3 കഴിഞ്ഞ ഉടനെ X5 ഇറക്കിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എന്ന് പറയുന്ന നമ്പർ ചൈനയിലെ ഒരു അൺലക്കി നമ്പറാണ്. അതുകൊണ്ടാണ് അവർ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ X5 എന്ന പേര് നൽകിയത്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സിംഗ് ഒരു ഷോർട്ട് റിവ്യൂ വീഡിയോ കൂടെയാണ് നോക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇല്ല, സോ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഫോൺ നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ എപ്പിസോഡ് 2 ആൻഡ് ഞാൻ ആദ്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് ഗീക്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് ആൻഡ് പാക്കേജ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് ഓപ്പോയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ഫോണാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സോ സ്മാർട്ട് ഫോൺ റാപ്പിങ്ങിനടുത്ത് മാറ്റുമ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ഇരിക്കുന്നത്. സോ ഒരു മെറ്റാലിക് ഫിനിഷാണ് ബാക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഗ്ലാസും മെറ്റലും ആയിട്ടുള്ളൊരു ടോട്ടൽ ഒരു വൈറ്റ് കളർ ഫിനിഷാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബോക്സിൻ്റെ നമുക്കൊരു ചാർജറും ഒരു ടൈപ്പ് സി കേബിളുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ചാർജർ നോക്കുകയാണെങ്കിൽ 80 വാട്ടിൻ്റെ ചാർജറാണ്. അതോടൊപ്പം നമുക്ക് സിലിക്കൺ കേക്സും അതോടൊപ്പം കുറച്ച് പേപ്പർ വർക്ക്സും ബോക്സിൻ്റെ അതിന് ലഭിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണിൻ്റെ ടോട്ടൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമുള്ള X3യെക്കാളും കുറച്ചുകൂടെ എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ ഭയങ്കര വെറൈറ്റി എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ ഐഫോൺ 12 ഒരു ചെറിയൊരു കോപ്പി ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ക്യാമറ മൊഡ്യൂലായിട്ടുണ്ടായിരുന്നു അത്. സോ അത് ഒരുപാട് അധികം ആൾക്കാർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 218 ഗ്രാമാണ് വരുന്നത്. സോ ഇതിൻ്റെ കുറഞ്ഞ വേരിയൻറ്റും കൂടെ ഉണ്ട്, അതിന് ഏകദേശം 195 ഗ്രാം വെയിറ്റുമാണ് വരുന്നത്. തിക്നെസ്സും ബെസലസും എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ്. 6.88 എന്താ പറയുക MM തിക്നെസ്സാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. സോ ഇത് ലെതർ ബ്ലാക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് അലൂമിനിയം ഫ്രെയിം ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇരിക്കുന്ന അലൂമിനിയം സെറാമിക്കും ആയിട്ടുള്ളൊരു ഫിനിഷ് ഉള്ളതാണ്. സോ ഇതിൻ്റെ എക്കോ ലെതർ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു വെർഷനും കൂടെ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ വീണ്ടും പറയാണ്, ഇത് വേറെയുള്ള ഫോറിൻ കൺട്രീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സൂക്ഷിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റും കാര്യങ്ങളും ഫേക്ക് സൈറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേമറിച്ച് ഈ ഒരു ഡിസ്പ്ലേയുടെ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. LTPO2 ഡിസ്പ്ലേ ആണ്. 1 ബില്യൺ കളേഴ്സും 120 Hz റിഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടബിൾ ആണ്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 1300 നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് പോകുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും ഡിസ്പ്ലേക്ക് അത് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം Android 12 ആണ് ലഭിക്കുന്നത്. ColorOS 12.1 അതോടൊപ്പം സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും പുതിയ പ്രോസറായ സ്നാപ്ഡ്രാഗൺ 8 Gen ഫസ്റ്റ് ജനറേഷൻ CPU ആണ് കൊടുത്തിട്ടുള്ളത്. 4nm പ്രോസറാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഗ്ലോബൽ വേരിയൻ്റ് ആണ്. നമുക്ക് അതായത് ചൈനയിൽ നമുക്ക് ലഭിക്കുന്ന മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 9000 എന്ന് പറയുന്ന ഒരു പ്രോസറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചുകൂടെ എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ 8 Gen ഫസ്റ്റ് ജനറേഷൻ CPU ആയിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന കിടിലനായിട്ടുള്ളൊരു പ്രോസറാണ് അവിടെയും കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. പവർഡ് ബൈ മാരി സിലിക്കോൺ എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് പുതിയൊരു ക്യാമറ ഡിസൈനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഹാസൽബ്ലാഡുമായിട്ടുള്ളൊരു കൊളാബറേഷൻ അവർ ഈ ഒരു സ്മാർട്ട് ഫോണിലും കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് X5ലും കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ക്യാമറ ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടു, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കുറച്ചിട്ട് വെറൈറ്റിയാണ്. ക്യാമറ സാമ്പിൾസ് നോക്കുന്ന സമയത്ത് ഇതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലെടുത്ത ഫോട്ടോസ് എന്ന് പറയുന്നത്. ഹാസൽബ്ലാഡിൻ്റെ കൂടെ എടുത്തുകൊണ്ടുള്ള ഫോട്ടോസ് ആണ്, നല്ല ക്വാളിറ്റിയിൽ ലഭിക്കുന്നുണ്ട്. എക്സാക്ട് നമ്മുടെ OnePlus 10 Proയിലുള്ള അതേ ഫൂട്ടേജസ് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ OnePlus 10 Proയുടെ കുറച്ചുകൂടി റീബ്രാൻഡഡ് ചൈനീസ് വെർഷനാണ് ഓപ്പോ ഫൈൻഡ് X5 എന്ന് പറയുന്നത്. ക്യാമറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിസൈനിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിലെടുത്ത മാക്രോ ഷോട്ടും വൈറ്റ് ഷോട്ടും എല്ലാം നല്ല അടിപൊളി തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിൻ്റെ മാക്രോ ഷോട്ടിലുള്ള ഫോട്ടോസാണ്. ആൻഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഷോർട്ടായിട്ടുള്ള റിവ്യൂ വീഡിയോ ആയിരുന്നു. സോ ഇതിൻ്റെ ക്യാമറയുടെ മെഗാ പിക്സൽസും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറയാൻ കരുതിയിട്ടുണ്ട്. സോ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ, അതിനകത്താണ് കൂടുതലായിട്ട് സ്പെസിഫിക്കേഷൻ കാര്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കൂടി ഈ ഒരു ചാനൽ വേണമെങ്കിൽ ചെയ്യാൻ വേണമെന്നുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ഇതിൻ്റെ എപ്പിസോഡ് 3ഉം 4ഉം എല്ലാം ഇറക്കുന്നുണ്ട്, കാരണം നല്ല റെസ്പോൺസ് തന്നെയാണ് വരുന്നത്. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.